2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന കേരളത്തിൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ പുതിയ സർവേ റിപ്പോർട്ട്. ലക്ഷ്യ 2026 എന്ന പേരിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാനത്തെ 4 പ്രധാന ജില്ലകളിൽ കോൺഗ്രസ് അതീവ ദുർബലമാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സർവേയുടെ പകർപ്പുകൾ പ്രകാരം കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത് ദക്ഷിണ മധ്യ കേരളത്തിലെയും ഉത്തര കേരളത്തിലെയും ചില ജില്ലകളാണ്. സുനിൽ കനകോലുവിന്റെ നിരീക്ഷണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, തൃശൂർ എന്നീ 4 ജില്ലകളിലാണ് കോൺഗ്രസ് അടിത്തറ തകർന്ന നിലയിലുള്ളത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകളും താഴെത്തട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സ്വാധീനം നഷ്ടപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ BJPയുടെയും CPIMന്റെയും കരുത്തിന് മുന്നിൽ കോൺഗ്രസ് കിതയ്ക്കുന്നുണ്ട്. ആലപ്പുഴയിലും തൃശൂരിലും സംഘടനാപരമായ പോരായ്മകളും ഗ്രൂപ്പ് വഴക്കുകളും പാർട്ടിയെ തളർത്തിയിട്ടുണ്ടെന്ന് കനകോലു സംഘം മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം കോൺഗ്രസിന് ഇപ്പോഴും ശക്തമായ സ്വാധീനമുള്ള ജില്ലകളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് UDFന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. ഈ ജില്ലകളിൽ മുന്നണിക്ക് ഉറച്ച വോട്ടുകൾ ഉണ്ടെന്നും അവിടെ മേധാവിത്വം നിലനിർത്താൻ സാധിക്കുമെന്നുമാണ് സർവേ ഫലം. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സ്വാധീനം UDFന് വലിയ കരുത്താണ്. എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിൽ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നത് പാർട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വയനാട് കോൺഗ്രസിനെ സുരക്ഷിത താവളമായി തുടരുന്നുവെന്നും സർവേ പറയുന്നു. കോൺഗ്രസിനെയും ഇടതുമുന്നണിയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ് NDAയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ്. സംസ്ഥാനത്തെ 14 മണ്ഡലങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന NDA വലിയ മുന്നേറ്റം നടത്തിയതായി സർവേ കണ്ടെത്തി. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന് വഴിവെക്കും. പ്രത്യേകിച്ച് ഈഴവ, നായർ സമുദായങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ NDAയുടെ വോട്ട് വിഹിതത്തിൽ 10% വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ BJP വിള്ളൽ വീഴ്ത്തുന്നുവെന്ന കനകോലുവിന്റെ കണ്ടെത്തൽ ഗൗരവകരമാണ്. കോവളം, കുണ്ടറ, കരുനാഗപ്പള്ളി, കോട്ടയം എന്നീ മണ്ഡലങ്ങളിലാണ് NDA വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചത്. ഈ മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. മിക്കവാറും UDF വോട്ടുകളിലാണ് BJP കണ്ണുവച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കനകോലു സംഘം കോൺഗ്രസ് നേതൃത്വത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സർവേ അവകാശപ്പെടുന്നു. എന്നാൽ ക്രൈസ്തവ വോട്ടുകളുടെ കാര്യത്തിൽ UDFന് പൂർണ്ണ വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ല. ക്രൈസ്തവ വോട്ടുകൾ പഴയതുപോലെ UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടിട്ടില്ലാത്തത് വലിയൊരു വെല്ലുവിളിയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും 40% വോട്ട് വീതം നേടുമെന്നാണ് കനകോലുവിന്റെ കണക്കുകൂട്ടൽ. NDA 15% വോട്ട് നേടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. വോട്ട് വിഹിതത്തിലെ ഈ നേരിയ വ്യത്യാസം ഓരോ മണ്ഡലത്തിലെയും വിജയപരാജയങ്ങളെ മാറ്റിമറിക്കും. ദുർബലമായ ജില്ലകളിൽ പ്രവർത്തനം ഉടൻ മെച്ചപ്പെടുത്തണമെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് കനകോലു കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം. വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടം പ്രവചനാതീതമായി മാറുമെന്നാണ് ഈ റിപ്പോർട്ട് നൽകുന്ന ആകെ തുക.